ഞാൻ എന്തായിരിക്കും തേക്കുന്നതെന്നായിരിക്കും നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചല്ലേ. ഈസ്തറ്റിക് ലൈഫിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ ഞാൻ തേച്ചുകൊണ്ടിരുന്നത് അലോവേര ജെല്ലാണ് കേട്ടോ. അതുപോലെ ഒരു ഫേസ് ജെല്ലാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. സന്ധ്യ ചേച്ചിയാണ് എൻ്റെ കൂടെ ഉള്ളത്. ഇൻസ്പയർ ബ്യൂട്ടി സലൂണിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ നമുക്കിന്ന് നോക്കാം എന്ത് ഫേസ് ജെല്ലാണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന്. നമ്മളിന്ന് ചെമ്പരത്തി പൂ വെച്ചിട്ട് ഒരു ഫേസ് ജെല്ല്, അതായത് ഇപ്പം നല്ല വേനൽക്കാലമാണ്, നല്ല ചൂടാണ്, എല്ലാവർക്കും നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ടുള്ള ഒരു സ്കിന്ന് വേണം. അതിന് വേണ്ടിയിട്ട് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നൈറ്റ് ക്രീമായിട്ട് വേണമെങ്കിൽ എടുക്കാം, അല്ല ഡേ ക്രീമായിട്ട് വേണമെങ്കിൽ എടുക്കാം, ഒരു ഫേസ് ജെൽ. ഫേസ് ജെൽ. ഓക്കെ, ചെമ്പരത്തി പൂവുണ്ട്, അതോടൊപ്പം തന്നെ നമ്മുടെ അലോവേര ജെൽ. എല്ലാത്തിനും വളരെ നന്നായിട്ടുള്ള ഒരു അലോവേര ജെല്ലാണ്. ഞാൻ ആദ്യം തന്നെ ഞാൻ തേച്ചുകൊണ്ടിരുന്നത് കണ്ടായിരുന്നു. എവിടെ കണ്ടാലും എടുത്തു വെച്ച് തേച്ചോളാം. പിന്നെ ഗ്ലിസറിനുണ്ട് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് സ്കിന്ന്. പിന്നെ ബദാം ജെല്ല്, അതും നല്ല കൂളിംഗ് എഫക്റ്റ് തരാൻ വേണ്ടിയിട്ട്. പിന്നെ ബദാം ഓയിൽ, വൈറ്റമിൻ ഇ ഉണ്ട് അതിൻ്റെ അകത്ത്. അതിനകത്ത് തന്നെ വൈറ്റമിൻ ഇ ആഡ് ചെയ്തിട്ടുണ്ട്. ശരി, ഓക്കെ. അപ്പോൾ ബദാം ജെൽ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെയുള്ള എപ്പിസോഡ്സിലെല്ലാം കാണിച്ചു കഴിഞ്ഞതാണ്. ബദാം ജെൽ എങ്ങനെയാണ് ഇരിക്കുന്നത്, അതെങ്ങനെയാണ് വാട്ടറിൽ അതിനെ ഒന്ന് കുതിർത്തെടുക്കേണ്ടത് എന്നുള്ളതെല്ലാം അതിൻ്റെ പരുവത്തിലായി കിട്ടിയതാണ് ഇത്. കഴിഞ്ഞ എപ്പിസോഡ്സുകൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു പ്രോസസ്സും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ ചേച്ചി, അപ്പൊ ഇന്നത്തെ സംഭവം നമ്മളെ ഫേസ് ജെല്ലാണ്, നാച്ചുറൽ ഫേസ് ജെല്ലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഉണ്ടാക്കി നോക്കാം. അപ്പോ വെള്ളം നമ്മൾ തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ചെമ്പരത്തി പൂ അല്ലേ പിച്ചിട്ടോ. ഇത് വേണ്ട അല്ലേ, ഇത് വേണ്ട, വേസ്റ്റ് ഒന്നും വേണ്ട. പക്ഷെ നമ്മള് എണ്ണയൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം കൂടെ അങ്ങ് ഇടും. ഇടുകയാണ് ചെയ്യാൻ. വേണ്ട. സോ അതിന്റെ ആ ഒരു നിറം മങ്ങി വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഒരു പിങ്ക് അല്ല വയലറ്റ് അല്ലേ, ആ ഒരു പിങ്കിഷ് വയലറ്റ് അല്ലെങ്കിൽ ഒരു വൈൻ ലുക്ക്. ഒത്തിരി നമ്മൾ ഇടുകയാണെന്നുണ്ടെങ്കിലേ അത്യാവശ്യം നല്ലൊരു റെഡിഷ് ആയിട്ടൊക്കെ വരും. നമുക്കിപ്പോൾ കുറച്ച് മതി, നമ്മൾ കുറച്ചല്ലേ കാണിക്കുന്നത്, ക്വാണ്ടിറ്റി വളരെ കുറച്ചാണ് നമ്മളത് കാണിക്കുന്നത്. അപ്പൊ ഇനി എന്താണ്, ഇത് അടിച്ചെടുത്തോണ്ട് വരണം. ഇത് തിളക്കട്ടെ അനീഷ്, ഇത് നോക്കിക്കോ. അപ്പോഴത്തേക്ക് ഞാനിതിനെ അടിച്ചെടുത്തിട്ട് വരാം. ഇതിന്ന് ഒരു 2 സ്പൂൺ ബദാം ജെല്ല് അത് മിക്സിയിലിട്ട് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്ത് കൊണ്ടുവരണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ചേച്ചി പോവുകയാണേ. ഓക്കെ, അപ്പൊ നമ്മുടെ ബദാം ജെൽ അടിച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അല്ലേ. അതോടൊപ്പം തന്നെ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്ത് ആ ഒരു വെള്ളം, ചെമ്പരത്തിയുടെ അതിൻ്റെ സത്തെല്ലാം ഇപ്പോൾ ഈ ഒരു വെള്ളത്തിൽ എക്സ്ട്രാക്ട് ചെയ്ത് വന്നിട്ടുണ്ട്. അത് നന്നായിട്ട് കൂൾ ചെയ്ത് വെച്ചേക്കാണ്. നല്ല തണുത്തിട്ടുണ്ട്, നല്ല തണുത്ത് കൂൾ ചെയ്ത് വെച്ചേക്കാണ്. കൂൾ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഫ്രിഡ്ജിലൊന്നും കൊണ്ടൊന്നും വെക്കണ്ട, അല്ലാതെ ഫാൻ ഇട്ട് ഒന്ന് തണുപ്പിച്ചാലും മതി. നമ്മുടെ ഇതിൻ്റെ ആ വെള്ളമില്ലേ നമ്മൾ എടുത്തിരിക്കുന്ന അതിനനുസരിച്ചിട്ട് ഒരു 2 സ്പൂണൊക്കെ അലോവേര ജെൽ അല്ലേ. അലോവേര ജെൽ. ഓക്കെ, ഇതിൻ്റെ അകത്ത് ഗ്ലിസർ ഒരു 2-3 ഡ്രോപ്പ് മതിയേ. 1 സ്പൂൺ ആൽമണ്ട് ഓയിൽ. അതിനകത്ത് വൈറ്റമിൻ ഇയും കൂടി മിക്സ് ചെയ്തിട്ടുണ്ട്. ഗ്ലിസറിനും എല്ലാമായിട്ട് മിക്സ് ചെയ്യാം അല്ലേ. ഇതിൽ നമ്മുടെ വാട്ടർ. അതെ, എന്നിട്ട് വേണമെങ്കിൽ നമുക്കിത് മിക്സ് ആയില്ലെങ്കിൽ നമുക്ക് ഒന്ന് അടിച്ചെടുത്താൽ മതി. ഒന്ന് അടിച്ചെടുക്കാം. ഇതിപ്പോൾ ചെമ്പരത്തി കുറഞ്ഞു പോയല്ലേ.
അപ്പോൾ നമ്മുടെ ഫേസ് ജെൽ ഇവിടെ റെഡിയാണ്. നല്ലൊരു അരോമയാണ് കേട്ടോ, നാച്ചുറൽ ഫേസ് ജെല്ലാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു കണ്ടന്റ് ആയിട്ട് വീണ്ടും എത്താം. ബൈ.